പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൽ കെവിൻ ഓവൻസ്, റാൻഡി ഓർട്ടൺ തുടങ്ങിയവർ കോഡി റോഡ്സിനെ എന്താണ് പറഞ്ഞത്, കോഡി റോഡ്സും കെവിൻ ഓവൻസും റാൻഡി ഓർട്ടൺ തുടങ്ങിയവർക്കിടയിൽ നടന്ന സ്റ്റോറി ലൈൻ്റെ അപ്ഡേഷൻ എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ നമുക്ക് അധികം ദീർഘിപ്പിക്കാതെ നേരെ വീഡിയോയിലോട്ട് തുടക്കാം. ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡ് ആരംഭിക്കുന്നത് റാൻഡി ഓർട്ടൻ്റെ ഇൻ റിംഗ് സെഗ്മെൻറ്റോട് കൂടിയിട്ടാണ്. റാൻഡി ഓർട്ടന് അറിയേണ്ട ഏക ഉത്തരം എന്തുകൊണ്ട് കോഡി റോഡ്സ് റോമൻ റീൻസിൻ്റെ കൂടെ ടീമാകുന്നു, ബാഡ് ബ്ലഡിൽ റോമൻ റീൻസിൻ്റെ പാർട്ണറായിട്ട് മത്സരിക്കുന്നു എന്നുള്ളതാണ്. അതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാൻ വേണ്ടി കോഡി റോഡ്സ് വരുന്നുണ്ട്. കോഡി റോഡ്സ് പറയുന്നു, ഞാൻ എന്തിന് ആ മാച്ചിൽ നിന്ന് പേടിച്ച് മാറി നിൽക്കണം എന്നുള്ളത്, പേടിക്കാതെ മുന്നോട്ട് പോകുന്നതല്ലേ നല്ലത് എന്ന് പറയുന്നു. അങ്ങോട്ടേക്ക് കെവിൻ ഓവൻസ് വരുന്നു. ചെറിയൊരു ആർഗ്യുമെൻ്റ് അവിടെ നടക്കുന്നുണ്ട്. അങ്ങോട്ടേക്ക് ബ്ലഡ് ഗ്രൂപ്പ് ഒന്നടങ്കം വരുന്നു. അവസാനം കോഡി റോഡ്സ് പറയുന്നുണ്ട്, നമുക്ക് മെയിൻ ഇവൻറ്റിലേക്ക് ഒരു സിക്സ് മാൻ ടാഗ് ടീം മത്സരം വെക്കാമെന്നുള്ളത്. എന്നാൽ കെവിൻ ഓവൻസ് അതിന് താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. മെയിൻ ഇവൻറ്റിൽ താനും റാൻഡി ഓർട്ടണും ടീമായിക്കൊണ്ട് ജേക്കബ് ഫാറ്റുവിനെയും സോളസിക്കോവയെയും നേരിടാമെന്നുള്ള ഒരു ഓപ്ഷനാണ് കെവിൻ ഓവൻസ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് കൺഫേം ആകുകയും ചെയ്യുന്നു. പിന്നീട് ഒരു ബാക്ക് സ്റ്റേജ് സെഗ്മെൻറ്റിൽ കെവിൻ ഓവൻസ് കോഡിയോട് പറയുന്നുണ്ട്, മെയിൻ ഇവൻറ്റിലെ ടാഗ് ടീം മത്സരത്തിൽ എന്തുണ്ടായാലും നീ വന്നിട്ട് ഞങ്ങളെ സഹായിക്കരുത്, അതിന് എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. എന്നാൽ റാൻഡി ഓർട്ടൺ കോഡി റോഡ്സിനോട് പറയുന്നത്, നീ വന്നോളൂ, നീ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ വന്നാലും പ്രശ്നമില്ല എന്നുള്ളത്. എന്നാൽ നീ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരുന്നാൽ മതി എന്നുള്ളതും പറയുന്നു. മെയിൻ ഇവൻറ്റിലെ ടാഗ് ടീം മത്സരം ആരംഭിക്കുന്നു. ടിപ്പിക്കൽ ടാഗ് ടീം മത്സരം തന്നെയായിരുന്നു. പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് പറയത്തക്ക സ്റ്റോറി ലൈൻ അപ്ഡേഷൻ ഒന്നും ഈ ടാഗ് ടീം മത്സരത്തിൻ്റെ അവസാന ഭാഗം വരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ടാമ ടോങ്കയും ടോങ്ക ലോവയും ഈ ബ്ലഡ് ലൈനെ സഹായിക്കാൻ വേണ്ടി വരുന്നതോടുകൂടി കോഡി റോഡ്സും ഈ ടാഗ് ടീം മത്സരത്തിൽ ഒരു ഇൻ്റർഫിയറൻസ് നടത്തുന്നുണ്ട്. എന്നിട്ട് ടാമ ടോങ്കയെയും ടോങ്ക ലോവയെയും ആക്രമിക്കുന്ന കോഡി റോഡ്സ് പിന്നീട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ജേക്കബ് ഫാറ്റു കോഡി റോഡ്സിനെ ആക്രമിക്കുന്നു. പിന്നീട് ജേക്കബ് ഫാറ്റു കോഡി റോഡ്സിനെ റിങ്ങിലേക്ക് റഫറിയുടെ ദേഹത്തേക്ക് ഇട്ടുകൊടുക്കുന്നു. ആ ഒരു ഡിസ്ട്രാക്ഷൻ മുതലെടുത്തുകൊണ്ട് ജേക്കബ് കെവിൻ ഓവൻസിനെ ആക്രമിക്കുകയും സോളസിക്കോവയ്ക്ക് വിജയിക്കാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് കോഡി റോഡ്സ് നേരെ പോയിട്ട് റഫറിയുടെ കാലിലേക്കാണ് പതിക്കുന്നത്. റഫറി അവിടെ വീഴുന്നു. ഈ അവസരത്തിലാണ് സോളസിക്കോവ പ്ലെയിൻ ഗ്രൂപ്പിനെ വിജയിപ്പിക്കുന്നത്. പിന്നീട് കെവിൻ ഓവൻസും കോഡി റോഡ്സും തമ്മിലുള്ള ഒരു ആർഗ്യുമെൻറ്റ്, ഒരു ഉന്തും തള്ളും അവിടെ കാണുന്നുണ്ട്. റാൻഡി ഓർട്ടൺ കയറിയിട്ടാണ് കെവിൻ ഓവൻസിനെയും കോഡി റോഡ്സിനെയും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്നത്. അവസാനം ഇരുവരും ചെറിയ രീതിയിൽ കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ ഒരു മൊമെൻറ്റ് കാണിച്ചിട്ടാണ് സ്മാക്ഡൗൺ പെട്ടെന്ന് അവസാനിച്ചത്. അപ്പോൾ കെവിൻ ഓവൻസ് കോഡി റോഡ്സിനെ ചതിക്കും, അല്ലെങ്കിൽ കെവിൻ ഓവൻസിൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഹീൽ ടേൺ ഉണ്ടാകുമെന്നുള്ളത് ഉറപ്പായിരിക്കുന്നു. കെവിൻ ഓവൻസും കോഡിയും തമ്മിലുള്ള ഒരു സ്റ്റോറി തന്നെയായിരിക്കും കോഡി റോഡ്സ് ബ്ലഡിനെതിരെയുള്ള സ്റ്റോറിയിൽ നിന്ന് വിട്ടുനിന്നാൽ ആദ്യം നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. കൂട്ടത്തിൽ റാൻഡി ഓർട്ടണും കോഡി റോഡ്സിനെ ചതിക്കാനുള്ള എല്ലാവിധ സാധ്യതയുമുണ്ട്. ചിലപ്പോൾ കെവിൻ ഓവൻസിന് മുൻപേ റാൻഡി ഓർട്ടൺ കോഡി റോഡ്സിനെ ചതിച്ച്, അതായത് ഒരു ആർക്കിയൊക്കെ ചെയ്ത് ഒരു ചാമ്പ്യൻഷിപ്പ് സ്റ്റോറിയിലേക്ക് പോയേക്കാം. എന്തായാലും മികച്ച ഒരു എതിരാളികളും മികച്ച സ്റ്റോറിയും കോഡി റോഡ്സിനെ ഇനി വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പ്ലെയിനെതിരെയുള്ള സ്റ്റോറി കഴിഞ്ഞാൽ കോഡി റോഡ്സിൻ്റെ നെക്സ്റ്റ് സ്റ്റോറി എന്തെന്നുള്ളതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിലൂടെ നൽകിയിരിക്കുന്നത്. അത് കെവിൻ ഓവൻസും റാൻഡി ഓർട്ടണും ആണ്. അപ്പോൾ ഈ രണ്ട് പേരുടെ ഒരു ഹീൽ ടേൺ കോഡി റോഡ്സിനെതിരെ തന്നെ കാണാൻ സാധിക്കും എന്നുള്ളതും ഉറപ്പായിരിക്കുന്നു. വീഡിയോ സംബന്ധിച്ചുള്ള ഇന്നത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിനെ സംബന്ധിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.